വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വർദ്ധിച്ച ബഹുജന മാർച്ച് ഈ വാഹനത്തിന്റെ വൈദ്യുത ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ അഞ്ചൽ മേജർ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. ജയമോഹൻ ധർണയും മാർച്ചും ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമായി 1048 മെഗാവാട്ട് വൈദ്യുതി LDF ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ അധികമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വൈദ്യുതിയുടെ തന്നെ ദുർവിനിയോഗം തടഞ്ഞ് വൈദ്യുതി കട്ട് ഇലക്ട്രിസിറ്റി ബോർഡിനെ തന്നെ കൊള്ളയടിക്കുന്ന നടപടികളിൽ നിന്നെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡിനെ രക്ഷിച്ചത് വഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരമേൽക്കുമ്പോൾ നഷ്ടത്തിലായിരുന്ന ഇലക്ട്രിസിറ്റി ബോർഡിനെ 38 കോടി രൂപ ലാഭം ഉണ്ടാക്കി ഖജനാവിൽ ഏൽപ്പിച്ചിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരം ഒഴിയുന്നത്. കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാർ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ തന്നെ വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കി മാറ്റിയ ഇടമാണ് കേരളമെന്നും വൈദ്യുത ചാർജ് വർധനവിലൂടെ അധിക ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും S. ജയമോഹൻ പറഞ്ഞു. അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കോളേജ് ജംഗ്ഷൻ വലം വെച്ച് ഇലക്ട്രിസിറ്റി ഓഫീസിലെത്തി. തുടർന്ന് നടന്ന ധർണയിൽ CPIM അഞ്ചൽ ഏരിയ സെക്രട്ടറി ബാബു പണിക്കർ, CPI അഞ്ചൽ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി KC ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിനും ധർണയ്ക്കും ഇടതുമുന്നണി നേതാക്കളായ അഡ്വക്കേറ്റ് സൂരജ്, VS സതീശൻ, S. ശിവപ്രസാദ്, ലിജു ജമാൽ, VY വർഗീസ്, ലിനു ജമാൽ, KN വാസവൻ, D. വിശ്വസേനൻ, G. പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.